3 കുന്നുകൾ, ഓരോന്നും 4000 അടി ഉയരം ചേരുന്നത് നരകപാലം കൊണ്ട് പേരുകേട്ട കോടമഞ്ഞ് മൂടിയ ഈ കാണാ കാഴ്ചയാണ്. മുത്തശ്ശി കഥകളിലെ കാഴ്ചകൾക്ക് നിറക്കൂട്ട് പകരുന്ന പോലെയാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും. സാഹസികതയും പ്രകൃതി ഒരുക്കുന്ന മനോഹരമായ കാഴ്ചകളും കൊണ്ട് സമ്പന്നമാണ് ഈ കൊടുമുടി. കാണാം കോട്ടയം ജില്ലയുടെ ഏറ്റവും ഉയരം കൂടിയ വിസ്മയത്തിൻ്റെ കാഴ്ചകൾ, ഇല്ലിക്കക്കല്ലിൻ്റെ കാഴ്ചകൾ. അതിരാവിലെ തുടങ്ങിയ യാത്രയാണ് കോന്നി പത്തനംതിട്ടയിൽ നിന്നും ഈരാറ്റുപേട്ട താണ്ടിയുള്ള യാത്ര. കൃത്യമായി സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളും ഗൂഗിൾ മാപ്പും അങ്ങോട്ടേക്കുള്ള യാത്ര അനായാസമാക്കിയെന്ന് തന്നെ പറയാം. നല്ല വഴിയാണ്. ചെറു മഴ കൂടി പെയ്തൊഴിഞ്ഞപ്പോൾ ഈ ഗ്രാമപ്രദേശത്തിന്റെ ഭംഗി താ കണ്ടില്ലേ? മനോഹരം. ഇടതൂർന്ന മരങ്ങൾ നിറഞ്ഞൊരു പ്രദേശമാണ് ഈ ഭാഗമൊക്കെ. ദാ ഇവിടെ നിന്ന് തിരിഞ്ഞു വേണം മുന്നോട്ട് പോവാൻ. ഇവിടെയും ബോർഡുകൾ കൃത്യമായി സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് നല്ല കയറ്റവും നല്ല വളവുമുള്ള വഴിയാണ്. കോട്ടയം പാലാ വഴി ഈരാറ്റുപേട്ട താണ്ടി തീക്കോയി എന്ന സ്ഥലം വഴിയാണ് ഇല്ലിക്കക്കല്ലിൽ എത്തേണ്ടത്. ഈരാറ്റുപേട്ടയിൽ നിന്നും ഇല്ലിക്കക്കൽ വരെ നല്ല റോഡാണ്. അടുത്ത കാലത്ത് പുതുക്കിപ്പണിഞ്ഞ വഴിയുമാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ എത്തിച്ചേരുവാൻ പറ്റും. ഇല്ലിക്കക്കല്ലിൻ്റെ താഴ്വാരം വരെ ഏതു വാഹനത്തിലും എത്തിച്ചേരാം. പക്ഷെ കണ്ടില്ലേ, നല്ല കുത്തനെയുള്ള കയറ്റവും നല്ല വളവുമാണ്. ഞാൻ പറഞ്ഞതുപോലെ റോഡ് നല്ലതായതുകൊണ്ട് അധികം പ്രശ്നമില്ല. ഒരു 8-10 കിലോമീറ്റർ ഇങ്ങനെ തന്നെ. നമ്മളങ്ങനെ ഇല്ലിക്കക്കല്ലിൻ്റെ താഴ്വാരത്തേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് നടന്നോ ജീപ്പിലോ വേണം മുകളിലേക്ക് പോകാൻ. ആ റൈറ്റ് സൈഡിൽ കാണുന്നത് ടോയ്ലറ്റ് ഫെസിലിറ്റിയാണ്. തരക്കേടില്ലെന്ന് തന്നെ പറയാം. ഇന്ന് വന്നിരിക്കുന്നവരിൽ കൂടുതലും ബൈക്കിലാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ബൈക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കിയിട്ട് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം മുകളിലേക്ക് പോകാനായിട്ട്. നല്ല തണുത്ത കാറ്റാണ്. അത് നല്ല ശക്തമായ കാറ്റ്. ഇനി ദാ ആ മലമുകളിൽ കയറണം. അവിടെ നിന്നാൽ നമുക്ക് ഇല്ലിക്കക്കല്ലിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും. നമ്മൾ ടിക്കറ്റ് എടുത്തു. 59 രൂപയാണ് ഈ ക്യാമറ പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതിന്. അതുപോലെ ഒരാൾക്ക് 30 രൂപ വെച്ച് 2 പേർക്ക് 60 രൂപയാണ്. ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്ന് കയറാനായിട്ടുണ്ട്. നല്ല കാറ്റാണ്, അതുകൊണ്ട് പറയുന്നതൊക്കെ കേൾക്കുമെന്ന് നല്ല സംശയമാണ്. നിമിഷ നേരം കൊണ്ട് മാറുന്ന കാലാവസ്ഥയുള്ള സ്ഥലമാണിത്. ക്ഷണനേരം കൊണ്ട് കാർമേഘം മൂടി പ്രകൃതി മറ്റൊരു മുഖമെടുത്തു. നല്ല മഴയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം, നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ കയറി നിൽക്കാനായിട്ട് നമുക്കൊരു ഏരിയ ഇല്ല. അപ്പം നമ്മുടെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് നടന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് മഴ തുടങ്ങി. അപ്പം ഞങ്ങൾ ചെറിയ ഇതാകണ്ടില്ലേ, ഇവിടെ മുള നിൽക്കുന്ന ഭാഗത്ത് കയറി നിൽക്കുകയാണ്. മറ്റു മാർഗമൊന്നുമില്ല. ഈ കോട്ടുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ ക്യാമറയൊക്കെ നനയാൻ ചാൻസ് ഉള്ളത് കൊണ്ടൊരു കവറൊക്കെ വെച്ച് തൽക്കാലം മറിച്ചേക്കാണ്. മഴ കഴിയാതെ കയറിപ്പോയാൽ നല്ല രീതിയിൽ ബാഗിൽ വെള്ളം ഇറങ്ങിയിട്ട് ക്യാമറ നനയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ കയറി നിന്നിട്ട് മഴ തോന്നിട്ട് കയറിപ്പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല കോടമഞ്ഞും ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മുടെ കാഴ്ച ഇന്നത്തെ അടിപൊളിയായിരിക്കും എന്ന് വിശ്വസിച്ച് നിൽക്കുകയാണ്. ഇന്ന് ശനി ആയതുകൊണ്ട്, ഇതൊരു ശനിയാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ശരിക്കും കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം സ്പോട്ടായിട്ട് അടുത്ത കാലത്ത് ഇല്ലിക്കക്കല്ല് മാറിയിട്ടുണ്ട്. ചെറുമഴയുടെ ഈണത്തിൽ പ്രകൃതി മൂടൽമഞ്ഞ് കൊണ്ട് മലനിരകൾ അലങ്കരിച്ചിരിക്കുന്നു. താഴ്വാരങ്ങളോ പച്ചപ്പ് പുതച്ച് പ്രകൃതിയുടെ താളത്തിന് മിഴിവേകുന്നു. എങ്ങും പ്രകൃതിയുടെ വിസ്മയം തന്നെ. ചെറുകാറ്റിൻ്റെ താളം തട്ടി മുന്നോട്ട് നടന്നു. റോഡിൻ്റെ ഇരുവശത്തുമുള്ള ഈ പച്ചപ്പ് കണ്ടുള്ള നടത്തം അതൊരു പ്രത്യേക വൈബാണ്. ഓരോ വളവിലും റോഡിനെ ബന്ധിപ്പിച്ച് ഇടവഴികളുണ്ട്. ദൂരം കുറയ്ക്കാൻ, മുകളിലേക്ക് വേഗത്തിലെത്താൻ ഈ ഇടവഴി നടന്നാൽ പറ്റും. ഇതുപോലെ ഈ റോഡ് വഴി അല്ലാതെ നമുക്ക് കയറി പോകാനായിട്ട് ഇങ്ങനെ വഴികളുണ്ട്. പക്ഷെ കുറച്ച് റിസ്ക്കാണ്. കല്ലും ചെറിയ കുന്നൊക്കെയാണ്. കുന്ന് കയറി പോകണം. അതുപോലെ കല്ലൊക്കെ ഇളകി കിടക്കുന്നതുകൊണ്ട് കയറി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാ കണ്ടില്ലേ, ബാക്കിൽ നല്ല കോടമഞ്ഞ് കയറുന്നുണ്ട്. മുകളിൽ ചെന്ന് കഴിയുമ്പം കുറച്ച് മഴയില്ലെന്നുണ്ടെങ്കിൽ നല്ല വിഷ്വൽസ് കിട്ടിയാനെ. നമുക്ക് പറയാൻ ഒക്കത്തില്ല. എപ്പോഴും മഴയുള്ള ഒരു ഏരിയ ആണ്. നിൽക്കുന്ന നിപ്പിൽ മഴയുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രശ്നം ഇടിമിന്നലാണ്. ഏറ്റവും കൂടുതൽ ഇടിമിന്നലേക്കുന്ന ഒരു
സ്ഥലമാണിത്. അപ്പം നല്ല മഴയുള്ള സമയത്ത്, ഇടിയും മഴയൊക്കെ ഉള്ള സമയത്ത് ഇടിമിന്നലേക്കാനൊക്കെ ഉള്ള ചാൻസ് ഒരുപാട് കൂടുതലുള്ള ഒരു ഏരിയ ആണ് ഇല്ലിക്കക്കല്ല് എന്ന് പറയുന്നത്. ഈ വഴി വന്നതുകൊണ്ട് നല്ലൊരു ദൂരത്തോളം നടക്കേണ്ടത് ഒഴിവായി കിട്ടി. പക്ഷേ ഇടവഴിയുള്ള നടത്തം ഇവിടെ സൂക്ഷിക്കണം. അപകട സാധ്യത ഉള്ള വഴികളാണ് ഇവയൊക്കെ. കോടമഞ്ഞ് പാതി മൂടിയ അന്തരീക്ഷത്തിൽ ചെറിയ തണുത്ത കാറ്റൊക്കെ ഏറ്റ് ഈ നടപ്പാതയിലൂടെയുള്ള യാത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരനുഭവമാണ്. റോഡിനിരുവശത്തും താഴ്വാര കാഴ്ചകൾ കാണാൻ പറ്റുന്ന എല്ലാ സ്പോട്ടിലും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മുന്നോട്ട് നടക്കും തോറും കാഴ്ചകൾ നമ്മളെ ഇല്ലിക്കക്കല്ലിൻ്റെ ഭാഗത്തേക്ക് ആകർഷിക്കുകയാണ്. ഫ്രണ്ട്സും ഫാമിലിയൊക്കെയായി ഒരുപാട് ആളുകൾ എത്തുന്ന കോട്ടയത്തെ പ്രധാന ടൂറിസം സ്പോട്ടായി അടുത്ത കാലത്താണ് ഇല്ലിക്കക്കല്ല് മാറിയത്. അതിന് കാരണമായത് ഇങ്ങോട്ടേക്ക് അടുത്ത കാലത്ത് നിർമ്മിച്ച ഈ റോഡ് തന്നെയാണ്. ഒരു കാലത്ത് അപകടങ്ങൾ മാത്രം കേട്ടുപഴകിയിരുന്ന ഒരു സ്ഥലത്തെ റോഡ് നിർമ്മിച്ച് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഒരു ടൂറിസം സ്പോട്ടായി വളർത്തിയെടുത്തു എന്ന് തന്നെ പറയാം. പണ്ട് ദുർഘടമായ ഒരു വഴിയായിരുന്നു ഇത്. ഓഫ് റോഡിൻ്റെ ഒരു പീക്ക് എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയേണ്ടി വരും. ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നവരും ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവരും മാത്രം എത്തിയിരുന്ന ഈ പ്രദേശത്തെ അറിയപ്പെടുന്ന ഒരു ടൂറിസം സ്പോട്ടായി വളർത്തിയത് ഈ റോഡ് നിർമ്മാണം തന്നെയാണ്. നമ്മളങ്ങനെ ഇല്ലിക്കക്കല്ലിനടുത്തിരിക്കുന്നു. ഈ കുന്നുകൂടി കയറിയാൽ ഇല്ലിക്കക്കല്ലിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണുവാൻ പറ്റും. ഈ ഭാഗം തൊട്ട് തറയോട് പാകിയ വഴിയാണ്. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ മനം കവരുന്നതാണ്. ഇവിടെ 2 ടീ ഷോപ്പും ഐസ്ക്രീം വിൽക്കുന്ന ഓട്ടോയും ഒക്കെയുണ്ട്. കാര്യം ഈ തണുപ്പത്ത് ഐസ്ക്രീമിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയല്ലേ. കാറ്റിന് ശക്തിയും തണുപ്പും കൂടി വരുന്നു. ദാ കണ്ടില്ലേ, മനോഹരമായ കാഴ്ചകളല്ലേ. ശക്തമായ കാറ്റിൽ കോടമഞ്ഞ് ദിശ മാറുന്ന ഈ കാഴ്ച മനോഹരമാണ്. പ്രത്യേകം സ്റ്റീൽ കമ്പികൾ കൊണ്ട് ഇവിടേക്ക് ഇരിപ്പിടം നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് ചുറ്റും. നമ്മളങ്ങനെ താഴെ ഭാഗത്തെത്തി. ഇനി ഒരു കുന്ന് കയറി മുകളിലേക്ക് പോകണം. ആ കുന്നിൽ നമുക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 3 വലിയ പാറകൾ കാണാൻ പറ്റും. അതിലൊരു പാറയാണ് ഈ ഇല്ലിക്കക്കല്ല് എന്നറിയപ്പെടുന്നത്. മറ്റ് 2 പാറകളുടെ പ്രത്യേകത നമുക്ക് പോകുന്ന വഴിക്ക് പറയാം. ഈ ഭാഗമൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടേക്കാണ്. അതായത് കഴിഞ്ഞ ഒരു ടൈമിൽ വന്നപ്പം മൊത്തം കല്ലൊക്കെ ഇളകി കിടന്ന് നമുക്ക് കയറി പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തറയോടൊക്കെ പാകി വേലിയൊക്കെ ഘടിപ്പിച്ച് നല്ല ഭംഗിയാക്കി ഇട്ടേക്കാണ്. ശരിക്കും കോട്ടയം ജില്ലയിലെ നല്ലൊരു സേഫ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ടൂറിസം സ്പോട്ടായിട്ട് അടുത്ത കാലത്ത് ഇല്ലിക്കക്കല്ല് മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ബേസ്മെൻറ്റിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെ നിന്നൊരു കുന്ന് കയറി പോയിട്ടാണ് ഇല്ലിക്കക്കല്ല് എന്ന് പറയുന്ന വലിയ പാറ കാണാൻ പറ്റുന്നത്. ആ ഒരു ഭാഗം മൊത്തം മഞ്ഞുകൊണ്ട് മൂടിയേക്കാണ്, കോടമഞ്ഞ് കൊണ്ട് മൂടിയേക്കാണ്. ഇനി നമ്മൾ അങ്ങോട്ടേക്കുള്ള കാഴ്ചയാണ് കാണാൻ പോകുന്നത്. കുന്നിൻ്റെ ഭാഗം മുഴുവൻ കോടമഞ്ഞ് കൊണ്ട് മൂടിയിരിക്കുന്നു. ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ അടിപൊളി കാഴ്ചയല്ലേ. കുന്ന് കയറുന്ന ഭാഗത്തെ അവസ്ഥ ഇതാണ്. മണ്ണൊക്കെ ഇടിഞ്ഞ് നനവ് കൊണ്ട് ചെറിയ തെന്നല്, വലുതും ചെറുതുമായ കല്ലുകളൊക്കെ ഇളകി. ഇവയൊക്കെ താണ്ടി വേണം മുകളിലേക്കുള്ള യാത്ര. കാറ്റിൻ്റെ ശക്തിയിൽ പുല്ലുകളൊക്കെ ഇളകി മറിയുന്നു. ഒരാൾ പൊക്കമുള്ള പുല്ലുകളാണ് ഇവിടെ നിറയെ. ഇവ മാറ്റി വേണം മുകളിലേക്ക് കയറുവാൻ. മറുഭാഗത്ത് ആളുകൾ കഷ്ടപ്പെട്ട് താഴേക്ക് പിടിച്ചിറങ്ങുന്നു. പക്ഷേ എല്ലാവരുടെയും മുഖത്ത് ഒരു നല്ല എക്സ്പീരിയൻസിൻ്റെ ആസ്വാദനം അറിയാനുണ്ട്. ഇവിടെയൊക്കെ സ്റ്റീലിൻ്റെ ഈ വേലി ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞ ഒരു ഉപകാരമാണ്. കയറി പോകുന്ന സമയത്ത് തെന്നി വീഴാനൊക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ പിടിച്ച് കയറാനൊക്കെ ഉപകാരപ്പെടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ ഇവിടെ തറയോടൊന്നും പാകിയിട്ടില്ല ഈ കയറി പോകുന്ന കുന്നിൻ്റെ ഭാഗത്ത്. അതുകൊണ്ട് കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കല്ലൊക്കെയാണ്. അപ്പോൾ കല്ലിലൊക്കെ ചവിട്ടി നല്ല ഉയരത്തിലേക്കൊക്കെ കാലെടുത്ത് വെച്ച് ചവിട്ടി വേണം കയറി പോകാനായിട്ട്. ആ സമയത്ത് ഈ സ്റ്റീലിൻ്റെ വേലി ശരിക്കും ഉപകാരപ്പെടുന്നുണ്ട് പിടിച്ച് കയറി പോകാനായിട്ട്. ഒരുപാട് പേര് കഷ്ടപ്പെട്ട് താഴോട്ട് ഇറങ്ങി പോകുന്നതാണ്. അപ്പോൾ അവരെല്ലാം ഈ കമ്പിയിലൊക്കെ തൂങ്ങിയാണ് ഇറങ്ങിപ്പോകുന്നത്. അത് മാത്രമല്ല നല്ല ഭംഗിയായിട്ടാണ് ഈ വേലി പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഈ മഞ്ഞത്ത്. നല്ല കാലാവസ്ഥയാണ് ഇന്ന് ഒരു ഹോളിഡേ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ എത്തിച്ചേരുന്നുമുണ്ട്. ഒരുപാട് പേര് നല്ലപോലെ എൻജോയ് ചെയ്താണ് പോകുന്നത്. കാരണം ഈ കോടമഞ്ഞിൻ്റെ ഒരു അന്തരീക്ഷം ശരിക്കും ഈ സ്ഥലത്തെ അതിമനോഹരമാക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിരിക്കുന്നു. കോടമഞ്ഞ് ഇല്ലിക്കക്കല്ലിൻ്റെ കാഴ്ചകൾ മറച്ചിരിക്കുകയാണ്. കോടമഞ്ഞ് മാറുന്നതും നോക്കി അവൻ്റെ കാഴ്ചകൾ കണ്ടു മടങ്ങാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് ഇവരൊക്കെയും. ദാ ഈ ഭാഗത്ത് ഈ കോടമഞ്ഞ് മാറിയാൽ നമുക്കും അവൻ്റെ കാഴ്ചകൾ കണ്ടു മടങ്ങാൻ പറ്റും. കുറച്ചുനാൾ മുൻപ് വരെ ഈ കാണുന്ന ഭാഗത്തുകൂടി ഇല്ലിക്കക്കല്ലിൻ്റെ അടുത്ത് വരെ നമുക്ക് പോകാമായിരുന്നു. അപകടങ്ങൾ പതിവായപ്പോൾ ഈ വേലികൾ സ്ഥാപിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ്. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്
ഇല്ലിക്കക്കൽ മീനച്ചിലാറിന്റെ ഉത്ഭവസ്ഥാനം. 3 പാറകൾ ഒരു കുന്നിന് മുകളിലായി നിൽക്കുന്ന പ്രദേശത്തെയാണ് ഇല്ലിക്കക്കൽ എന്നറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 4000 അടി ഉയരത്തിൽ തലയെടുപ്പോടുകൂടി അവൻ നിൽക്കുന്നു. ദാ അവന്റെ കാഴ്ചകൾ ചെറുതായി തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. 3 പാറകളിൽ ഏറ്റവും ഉയരം കൂടിയത് ഒരു കൂണിന്റെ ഷേപ്പാണ്. ഈ പാറ കുടക്കൽ എന്നറിയപ്പെടുന്നു. തൊട്ടടുത്ത് ഒരു കൂനുള്ള ആകൃതിയിൽ മറ്റൊരു പാറ കാണാം. ഈ പാറ കൂനൻ കല്ലെന്നും അറിയപ്പെടുന്നു. ഇവയ്ക്കിടയിൽ 20 അടി താഴ്ചയിൽ വലിയൊരു വിടവുണ്ട്. ഈ കല്ലിൽ അരയടി മാത്രം നടക്കാൻ പറ്റുന്ന ഭാഗത്തെ നരകപാലം എന്നറിയപ്പെടുന്നു. കൊടൈക്കനാലിലെ ഗുണ കേവ്സിനോട് നല്ല സാമ്യമുള്ള പ്രദേശമാണ് ഈ ഒരു ഭാഗം. അങ്ങനെ കോടമഞ്ഞ് മാറി ഇല്ലിക്കക്കലിൻ്റെ പൂർണ്ണമായ കാഴ്ചകൾ കണ്ടു തുടങ്ങി. തലയെടുപ്പോടുകൂടി ഈ പ്രദേശത്തെ അടക്കിയവൻ നിൽക്കുന്നു. മുന്നിലെ പാറയ്ക്ക് പിന്നിലായി മറ്റ് 2 വലിയ പാറകളും കാണുവാൻ സാധിക്കും. ഭൂമിയുടെ ഏറ്റവും ഉയർന്ന പ്രദേശത്ത് നിൽക്കുന്ന ഒരു ഫീലാണ്. ചുറ്റുമുള്ള പ്രദേശത്തിൻ്റെ ഒരു 360 ഡിഗ്രി കാഴ്ച കാണാൻ പറ്റുന്ന മനോഹരമായ ഒരു ലൊക്കേഷൻ. ഈ കുന്നിന് മുകളിൽ നീലക്കുടുവേരി വളരുന്നു എന്നത് പ്രാദേശികമായ ഒരു വിശ്വാസമാണ്. അതുപോലെ വിദൂര കാഴ്ചയിൽ അറബിക്കടലിൻ്റെ കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്നും പറയപ്പെടുന്നു. ദൂരെ കാണുന്നതൊക്കെയും മീനച്ചിലാറിൻ്റെ ചെറിയ കൈവഴികൾ ഒഴുകുന്നതാണ്. നീരുറവുകൾ വലിയ വെള്ളച്ചാട്ടങ്ങളായി മാറി മീനച്ചിലാറായി മാറുന്നത്. നമ്മൾ ബൈക്ക് വെച്ച പാർക്കിംഗ് സ്പേസാണ് ദൂരെ കാണുന്നത്. ഒരിക്കലും മറക്കാനാവാത്ത അത്ര മികച്ച ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരിടമാണിത്. ഈ കാറ്റും ഇങ്ങോട്ടേക്ക് വരുന്ന യാത്രയുടെ ഒരു എക്സ്പീരിയൻസും ഇവിടുത്തെ കാഴ്ചകളും അത് അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്. നമുക്ക് മറ്റൊരു കാഴ്ചയിൽ വീണ്ടും കാണാം.